ഇന്ന് ആത്മീയ രോഗങ്ങൾ പ്രായഭേദമന്യേ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. 53-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഇന്ന് അധികാരത്തിനും പണത്തിനും വേണ്ടി അടിപിടി കൂടുന്ന കാലഘട്ടമാണ്. ഇതാ, ഈ ക്ലിനിക്കിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അറ്റൻഡർ, പേഷ്യൻസിനെ ഓരോരുത്തരായി അകത്തേക്ക് വിളിച്ചോ. ശരി മാഡം. ടോക്കൺ നമ്പർ 1. ഇരിക്ക്. എന്താ പറ്റിയത്? എൻ്റെ ഡോക്ടറെ, ഒന്നും പറയണ്ട. ഇവൻ എപ്പോഴും മൂത്രമൊഴിക്കണം. 5 മിനിറ്റ് ഇടവിട്ട് എപ്പോഴും മൂത്രമൊഴിക്കണം. പിന്നെ ആരെങ്കിലും വടിയും കൊണ്ട് പുറകെ ചെന്നാൽ മാത്രമേ കയറുള്ളൂ. സാധാരണ എപ്പോഴാ മൂത്രമൊഴിക്കാൻ തോന്നുന്നത്? രാത്രിയിലാണോ പകലിലാണോ? എല്ലാ ദിവസവും ഇങ്ങനെയുണ്ടോ? എല്ലാ ദിവസവും ഇല്ലെന്നേ. പിന്നെ ഞായറാഴ്ച ആരാധന നടക്കുമ്പോൾ മാത്രമേ ഈ കുഴപ്പമുള്ളൂ. ഇതേ സാധാരണ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കണ്ടുവരാറുള്ളത്. ഇതിന് മെഡിക്കൽ സയൻസിൽ സാക്ഷ്യാണി മൂത്രാണി ഹിസ്റ്ററി എന്ന് പറയും. കൂടുതൽ സാക്ഷ്യം പറയുന്ന സമയത്താണ് ഇത് കണ്ടുവരാറുള്ളത്. അതുകൊണ്ടാണ് അതിനെ സാക്ഷ്യാണി മൂത്രാണി ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് പ്രായമായവരെയൊക്കെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് സാധാരണ സ്തോത്രക്കാഴ്ചയുടെ സമയത്താണ് ഇത് കണ്ടുവരാറുള്ളത്. മേഡം, ഇതിനെന്താ ഒരു പ്രതിവിധിയുള്ളത്? സാരമില്ല, ഇതിനൊരു കഷായം മാത്രമേ ഫലിക്കുള്ളൂ. ചൂരലുണ്ടോ വീട്ടിൽ? ഉണ്ടല്ലോ ഡോക്ടർ. ഈ ചൂരൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഈ രോഗമുള്ളവരെ തിരിച്ചു നിർത്തി 3 നേരം ഓരോ ഡോസ് കൊടുത്താൽ ശരിയാകും. ചിലർക്ക് 1 ഡോസ് കൊണ്ട് തന്നെ ശരിയാകും. ഈ ഡോസ് മാതാപിതാക്കൾ ആരെങ്കിലും കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരി മാഡം. പിന്നെ കൊലോസിയർ മെഡിക്കൽസിൽ ഒരു ഗുളിക കിട്ടും. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഈ ഗുളിക കഴിച്ച് 3 ആഴ്ച കഴിഞ്ഞ് എന്നെ വന്ന് കാണണം. ഓക്കെ മാഡം. അപ്പോൾ ശരി എന്നാ. അറ്റൻഡർ, അടുത്ത പേഷ്യന്റിനെ വിളിക്കൂ. ടോക്കൺ നമ്പർ 2. കേറി വാ. ഇരിക്കൂ. എന്താ പറ്റിയത്? മുഖമൊക്കെ വല്ലാതിരിക്കുന്നുവല്ലോ. എൻ്റെ ഡോക്ടറെ, വലിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. എവിടെ ഇരുന്നാലും ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് ഉറങ്ങിപ്പോകും. കൈയും കാലുമൊക്കെ കുഴഞ്ഞു വീഴും. ആണോ? സാധാരണ എപ്പോഴാണ് ഈ ഭയങ്കരമായ ക്ഷീണവും ഉറക്കവും അനുഭവപ്പെടുന്നത്? രാത്രിയിൽ കൃത്യമായി ഉറങ്ങാറില്ലേ? അതോ ജോലി ചെയ്യുമ്പോഴാണോ? അതൊന്നുമല്ല ഡോക്ടറെ. വീട്ടിൽ എത്ര ജോലി ചെയ്താലും എനിക്കൊരു ക്ഷീണവുമില്ല. രാത്രിയിലും നല്ല ഉറക്കമാണ്. പക്ഷേ ഈ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പാസ്റ്റർ മെസ്സേജ് തുടങ്ങുമ്പോഴുണ്ടല്ലോ, കറക്റ്റ് ആ സമയത്ത് എൻ്റെ കണ്ണിൽ എന്തോ മന്ത്രം ചെയ്ത പോലെയാ. പിന്നെ നീ കണ്ണു തുറക്കാൻ പറ്റില്ല, അങ്ങ് ഉറങ്ങിപ്പോകും. ഇപ്പോൾ രോഗം കൃത്യമായി മനസ്സിലായി. ഇതിനെ മെഡിക്കൽ സയൻസിൽ വചനനിദ്ര തെറാപ്പി അല്ലെങ്കിൽ മെസ്സേജ് കോമ എന്ന് പറയും. വചന കേൾവി ഇല്ലാതാക്കാൻ പിശാച് തരുന്ന ഒരു പ്രത്യേകതരം മയക്കമാണിത്. ലോകത്ത് 100-ൽ 90 വിശ്വാസികൾക്കും ഈ രോഗമുണ്ട്. പാട്ട് പാടുമ്പോഴും സ്തോത്രം പറയുമ്പോഴും ഇവർക്ക് നല്ല ഉഷാറായിരിക്കും. പക്ഷേ ദൈവവചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ ബോധം കെട്ടു വീഴും. അയ്യോ മാഡം, ഇതിനിപ്പോൾ എന്താ ഒരു പ്രതിവിധി? പ്രസംഗം കഴിയുമ്പോൾ ഈ ക്ഷീണമങ്ങ് മാറുകയും ചെയ്യും. ഇതിന് വലിയ മരുന്നൊന്നും വേണ്ട. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിന് മുൻപ് റോമർ മെഡിക്കൽസിൽ നിന്ന് ഒരു ഗുളിക വാങ്ങണം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഈ ഗുളിക അങ്ങ് വിഴുങ്ങണം. പിന്നെ ഒരു ഒറ്റമൂലിയുണ്ട്. പാസ്റ്റർ മെസ്സേജ് തുടങ്ങുമ്പോൾ സിസ്റ്റർ തൊട്ടടുത്ത് ഇരിക്കുന്ന ആളോട് പറയുക, ഞാൻ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ എൻ്റെ തുടയിൽ നുള്ളണം എന്ന്. ആ നുള്ളൽ ചികിത്സയിലൂടെ ഈ രോഗം പൂർണ്ണമായി മാറ്റാം. ശരി മാഡം, ഞാൻ അടുത്ത ഞായറാഴ്ച മുതൽ നുള്ളൽ ചികിത്സ പരീക്ഷിച്ചു നോക്കാം. ശരി എന്നാ. അറ്റൻഡർ, അടുത്ത പേഷ്യന്റിനെ വിളിക്കൂ. ടോക്കൺ നമ്പർ 3. ഇരിക്കൂ. എന്താ സഹോദര പറ്റിയത്? ഭയങ്കര ആലോചനയിലാണല്ലോ. എൻ്റെ ഡോക്ടറെ, എനിക്ക് വലിയൊരു മറവിയുടെ അസുഖമുണ്ട്. പെട്ടെന്ന് എല്ലാം അങ്ങ് മറന്നുപോകും. 1 മിനിറ്റ് മുമ്പ് ചെയ്ത കാര്യം പോലും ഓർമ്മയുണ്ടാകില്ല. അങ്ങനെയാണോ? വീട്ടിലെ കാര്യങ്ങളൊക്കെ മറക്കുമോ? കടം കൊടുത്ത പൈസയുടെ കാര്യമോ? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളോ ഒക്കെ മറക്കാറുണ്ടോ?
ഏയ് അതൊന്നും ഞാൻ മരിക്കോളം മറക്കില്ല ഡോക്ടറെ. എന്നെ ആര് ചതിച്ചു, ആര് പൈസ തരാനുണ്ട് എന്നൊക്കെ കൃത്യം ഓർമ്മയുണ്ട്. പക്ഷേ ഞായറാഴ്ച പള്ളിയിൽ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ നമ്മെ ഉപദ്രവിക്കുന്നതോട് ക്ഷമിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൈയടിച്ച് ആമേൻ പറയും. പക്ഷേ പള്ളി കഴിഞ്ഞിറങ്ങി പാർക്കിങ്ങിൽ എൻ്റെ വണ്ടിയുടെ പുറകിൽ വേറൊരുത്തൻ വണ്ടിയൊന്ന് മുട്ടിച്ചാലുണ്ടല്ലോ, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പാസ്റ്ററുടെ വചനവും മറക്കും, ദൈവത്തെയും മറക്കും. പിന്നെ അവിടെ വലിയ അടിയും വഴക്കുമാണ്. ഓഹോ, വണ്ടി മുട്ടുമ്പോൾ പാസ്റ്ററുടെ വചനം വണ്ടിക്ക് പുറകെ ഓടുമല്ലേ? ഇതിന് മെഡിക്കൽ സയൻസിൽ ആത്മീയ അൽഷിമേഴ്സ് എന്ന് പറയും. പള്ളിക്കകത്തിരിക്കുമ്പോൾ മാത്രം വിശുദ്ധന്മാരും പള്ളിക്ക് പുറത്തിറങ്ങിയാൽ ഉടനെ പഴയ ഗുണ്ടകളുമായി മാറുന്ന വിചിത്ര രോഗമാണിത്. ഇതിന് എന്താ മാഡം ഒരു മരുന്ന്? പള്ളിയിൽ നിന്ന് കേൾക്കുന്നതൊന്നും പള്ളിയുടെ പടി കടന്നാൽ ഓർമ്മയില്ല. ഇതിന് യാക്കോവിന്റെ മെഡിക്കൽസിൽ നിന്ന് ഒരു ടോണിക് തരാം. വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അങ്ങനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഇത് ദിവസവും രാവിലെയും വൈകിട്ടും 2 സ്പൂൺ വീതം കുടിക്കണം. പിന്നെ ഒരു ചെറിയ ചികിത്സയുണ്ട്. അടുത്ത തവണ വണ്ടി മുട്ടുമ്പോഴോ ആരോടെങ്കിലും ദേഷ്യം വരുമ്പോഴോ പള്ളിയിൽ പാസ്റ്ററുടെ മുഖം ഓർത്താൽ മതി. അപ്പോൾ ഈ മറവി രോഗം തനിയെ മാറിക്കോളും. ശരി ഡോക്ടർ, ഈ ടോണിക് ഞാൻ ഇനിയും കൃത്യമായി കഴിച്ചോളാം. എന്നാ ശരി. അറ്റൻഡർ, അടുത്ത പേഷ്യന്റിനെ വിളിക്കൂ. ടോക്കൺ നമ്പർ 4 വന്നോളൂ. എനിക്ക് വയ്യ ഡോക്ടറെ. ആ, ഇരിക്കിരിക്ക്. അപ്പച്ചന് എന്താ പറ്റിയേ? പിള്ളേരൊക്കെ ഉണ്ടല്ലോ കൂടെ. എൻ്റെ ഡോക്ടറെ, എനിക്കിത്തിരി പഞ്ചാരയുടെ അസുഖമുണ്ട്. അത് അപ്പച്ചനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അപ്പച്ചന് ഈ രോഗമുണ്ടെന്ന് ആരാ അപ്പച്ചനോട് പറഞ്ഞേ? ടെസ്റ്റ് ചെയ്തോ എവിടെയെങ്കിലും? എൻ്റെ ഡോക്ടറെ, ടെസ്റ്റ് ഒന്നും ചെയ്തില്ല. ഞായറാഴ്ച സഭായോഗം കഴിയുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും എന്നെ നോക്കി പറയും, ഈ അപ്പച്ചന് ഇച്ചിരി പഞ്ചാരയുടെ അസുഖമുണ്ടെന്ന്. ഈ അസുഖത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല അപ്പച്ച. ചില പഥ്യോപദേശങ്ങളുണ്ട്. അത് തിമത്തിയോസ് മെഡിക്കൽസിൽ കിട്ടും. അധ്യക്ഷൻ നിരപവാദ്യനായ ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനുമായിരിക്കണം. ഇത് 2 വീതം 3 നേരം കഴിക്കണം. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കാം. 2 സ്പൂൺ വീതം കഴിച്ചാൽ മാറും. ഇനി ഒരു ഒറ്റമൂലിയുണ്ട് അപ്പച്ച, അതൊരു ഇടികഷായമാ. അത് വേണോ? പിന്നെ ഡോക്ടറെ, എൻ്റെ കൈ ചില സമയത്ത് അനങ്ങാതെയായി പോകും, ഒട്ടും ചലിക്കാതെയായി പോകും. ഇത് സാധാരണ എപ്പോഴാണ് അപ്പച്ചന് സംഭവിക്കാറുള്ളത്? ആ സ്തോത്ര കാഴ്ച പാത്രം അവിടെ നിന്ന് എടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും എൻ്റെ കൈക്കൊരു മരവിപ്പ് തുടങ്ങും. പിന്നെ എൻ്റെ കൈ പോക്കറ്റിലേക്കും പോകില്ല, പാത്രത്തിലേക്കും പോകില്ല. ആ, ഇപ്പോൾ രോഗം പിടികിട്ടി. സഭയിൽ എന്തെങ്കിലും കൊടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞാൽ അപ്പച്ചന്റെ നാക്ക് മരവിച്ച് പോകാറില്ലേ? ആ, ശരിയാണല്ലോ. ആ, ഇതൊക്കെ ആ രോഗത്തിന്റെ ലക്ഷണങ്ങളാ. പിന്നെ പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ അപ്പച്ചന്റെ കൈ പിന്നെയും മരവിച്ച് പോകാറില്ലേ? ഹാ, ഇതൊക്കെ ഡോക്ടർക്ക് മനസ്സിലായോ? അപ്പച്ചന്റെ രോഗമൊക്കെ എനിക്ക് മനസ്സിലായി. ഇതൊരു തരം ഹൈപ്പർ ടെൻഷൻ ഡിസീസാണ്. ആത്മീയ രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാരകമായ രോഗമാണിത്. ഇതിനെ മെഡിക്കൽ സയൻസിൽ മരവിപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഇതിനൊരു തരം തെറാപ്പിയാണ് അപ്പച്ചന് ആവശ്യം. ഈ തെറാപ്പിക്ക് സ്തോത്രക്കാഴ്ച തെറാപ്പി എന്ന് പറയും. മക്കളെ, അപ്പച്ചനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കണം കേട്ടോ. കൈ പോക്കറ്റിലേക്കും ബക്കറ്റിലേക്കും പോക്കറ്റിലേക്കും ബക്കറ്റിലേക്കും പോക്കറ്റിലേക്കും ബക്കറ്റിലേക്കും ഇങ്ങനെ ദിവസവും 3 നേരം വെച്ച് ചെയ്യുക. എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ അപ്പച്ചൻ എന്നെ വന്ന് കാണണം. അപ്പോഴത്തേക്കും അപ്പച്ചന് സ്തോത്രക്കാഴ്ച ഇടാൻ പഠിക്കും. ആ, ജീവിച്ചിരുന്നാൽ വരാം. അറ്റൻഡറെ, ആ അപ്പച്ചന് കൊടുത്ത സ്തോത്രക്കാഴ്ച തെറാപ്പി എനിക്കും ചെയ്യേണ്ടി വരും. എന്തിനാ മാഡം? സ്തോത്രക്കാഴ്ച പാത്രം വരുമ്പോഴത്തേക്കും എൻ്റെ കൈക്കും ഒരു മരവിപ്പ. കുറുന്തോട്ടിക്കും വാദമോ? ആത്മീയ രോഗങ്ങളെ തുടച്ചു നീക്കി നല്ല നാളേക്കായി കാത്തിരിക്കാം. ആദിമസഭയെപ്പോലെ ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം.